ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പൊന്നൂസിന് 10 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ആലോചിച്ചിരുന്നില്ല. പക്ഷേ 10ാമത്തെ ബർത്ത്ഡേ കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ എല്ലാവർക്കും ലീവ് ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തും നാത്തൂൻ്റെ അടുത്തൊക്കെ ചോദിച്ച് എത്താൻ പറ്റുമെന്ന്. അപ്പോൾ അവരെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ശനിയാഴ്ച മോർണിംഗ് തന്നെ ഞാനും പൊന്നൂസും കൂടെ കൊട്ടിയത്ത് പോയിട്ട് കേക്കിൻ്റെ സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. വെപ്രാളത്തിനുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ കേക്കിന് മേടിക്കേണ്ട പല സാധനങ്ങളും മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു കേക്ക് ഞാൻ തട്ടിക്കൂട്ടി എടുത്തു എന്ന് പറഞ്ഞതിന് കാരണം അമ്മ പറയുന്നുണ്ടായിരുന്നു, നീ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെന്ന്. അപ്പം പല കാര്യങ്ങളും ഇതിൽ മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പം 12 മണിയായിരുന്നു. അപ്പം ഞായറാഴ്ച രാവിലെ ഇവിടെ അടുത്ത് മാടനടയിൽ പോയി പൊങ്കാല ഇടണമെന്ന് ഞാനും നാത്തൂനും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇതിനുള്ള ടൈം കിട്ടത്തില്ലല്ലോ എന്ന് വെച്ചാണ് ഇത്ര ലേറ്റായിട്ട് ഞാൻ പിന്നെ കേക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വെച്ചത്. ഞായറാഴ്ച രാവിലെ ഒരു 6:30 ആയപ്പോൾ നാത്തൂന് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാടനടയിലെത്തി. അവിടെ ചെന്നപ്പോഴോ അമ്പലം ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. കാര്യം എന്താണെന്ന് തിരുമേനിയോട് അന്വേഷിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു അവിടെ അടുത്തൊരു മരണം ആയതുകൊണ്ട് ആ ക്ഷേത്രം തുറക്കാഞ്ഞത്. വൈകുന്നേരം തുറക്കും, നിങ്ങളവിടെ സാധനം വെച്ചിട്ട് പൊക്കോളൂ, വൈകുന്നേരം വന്ന് പൊങ്കാല ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചു വന്നിട്ട് ആ കാര്യം നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നാത്തൂൻ പറഞ്ഞു ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ ആയി. എന്തോരം നമുക്ക് വൈകിട്ടിടാമല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയപ്പം കേക്കിന് പേര് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് നാത്തൂനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. എനിക്ക് പേര് എഴുതാൻ വലിയ പാടാണ്. അപ്പം വിചാരിച്ചു നാത്തൂനെ കൊണ്ട് എഴുതിപ്പിക്കാമെന്ന്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നപ്പം തന്നെ അവിടെ എവിടെയും തട്ടിയിട്ട് കുറച്ച് ക്രീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കേക്ക് എടുത്തപ്പോൾ ഒരു ചരുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കേക്കിനകത്ത് സപ്പോർട്ട് കൊടുക്കാനുള്ള സ്ട്രോയോ സ്റ്റിക്കോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം മുമ്പ് ഇവിടെ കേക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു തടിയുടെ ഒരു കത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കത്തി ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് അതാണ് അകത്ത് വെച്ച് കൊടുത്തത്. 2 ഇതേ കൊടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ അത് 2 വെച്ചെടുത്ത് വലിയ കുഴപ്പമില്ല. അതില്ലാത്ത സ്ഥലത്ത് ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നാത്തൂൻ ചോദിച്ചത്, നിനക്ക് ഇതൊക്കെ വീഡിയോ എടുത്തുവിടായിരുന്നോ ഒന്ന്, മന്തി ഉണ്ടാക്കുന്നത്, പനീർ മന്തി ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു മറന്നുപോയി, എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ എപ്പോഴും മറന്നു പോവും. അപ്പോൾ ഇന്നിവിടെ ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പനീർ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനീർ അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛൻ നോൺ വെജ് കഴിക്കത്തില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടൊന്ന് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി ക്യാപ്സിക്കം കൂടിപ്പോയതിൻ്റെ ഒരു കയ്പ്പ് അത്ര മാത്രമേ ഉള്ളായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും പനീർ മന്തി തന്നെയാണ് കഴിച്ചത്. കാരണം ഞങ്ങൾക്ക് വൈകുന്നേരം പൊങ്കാല ഇടാൻ പോകണമായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും ചേച്ചിയും മോളും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവരെ കണ്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ 1:30-2 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് അവരെത്തിയപ്പോഴത്തേക്ക് മണി 3:30-4 മണിയായി. കൺമണിയുടെ ട്യൂഷൻ കഴിയാൻ ലേറ്റാവുകയും ചെയ്തു. അത് മാത്രമല്ല, കുറച്ച് ചക്ക ക്ലീനാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ കുറച്ച് ലേറ്റായി. അപ്പോൾ അവരെത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് 3:45-4 മണി ആവാറായി. അപ്പോൾ 4 മണിയായപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവരൊക്കെ അങ്ങ് 5 മണിയാകുമ്പോഴത്തേക്ക് അങ്ങ് അമ്പലത്തിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നാത്തൂന് ഇന്നൊരു കല്യാണ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പൊങ്കാലയും കഴിഞ്ഞ് തിരിച്ചു വന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് വേണം അവർക്കങ്ങ് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ തേങ്ങ ഇരുവാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തേങ്ങയൊന്നും തിരുകിക്കൊണ്ട് വന്നില്ല. അവിടെ തന്നെ തേങ്ങയൊക്കെ തിരുവി. അപ്പം മക്കൾ 3 പേരും ഉണ്ടായിരുന്നു കൂടെ. അവർ വന്ന് കുളത്തിൻ്റെ അവിടെ പോയി കളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ ആളൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ പൊങ്കാലയൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു. പായസമൊക്കെ കൊണ്ടുപോയി ഭഗവാനെ നേദിച്ചു. ആ നേദിച്ചുകൊണ്ട് വന്ന പായസം ആ 3 പേരും കൂടി ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പായസമൊക്കെ കൊടുത്തു. അപ്പോഴേക്കും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ ഞങ്ങൾ കുറേ നേരമൊന്നും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് പോയി. അപ്പം വരുന്ന വഴി തന്നെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വരണേന്ന്. അപ്പം വീട്ടിലെത്തിയ ഉടനെ തന്നെ മോൾ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. പൊന്നൂസിന് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ വലിയൊരു സസ്പെൻസ് ആയിരുന്നു. കാരണം അവൾ വിചാരിച്ചില്ല എല്ലാവരും വരുമെന്നും ഇങ്ങനെ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുമെന്നൊന്നും അവൾ വിചാരിച്ചിരുന്നില്ല. അവളോട് കേക്ക് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണ്ടാന്നാണ് അവൾ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് പുറത്തുനിന്നൊരു കേക്ക് മേടിച്ച് ആ ബർത്ത്ഡേയുടെ അന്ന് മുറിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വലിയൊരു കേക്ക് ഉണ്ടാക്കാമല്ലോ, എല്ലാവർക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പൊന്നൂസ് എല്ലാവർക്കും കേക്ക് കൊടുക്കുമായിരുന്നു.
അപ്പോൾ അവൾ പ്രതീക്ഷിക്കാതെ തന്നെ അവളുടെ 10ാമത്തെ ബർത്ത്ഡേ നല്ലൊരു സ്പെഷ്യലായിട്ട് നടന്നു. അവൾക്ക് ഒരുപാട് ഹാപ്പിയായി. അതിനേക്കാളും അവൾക്ക് ഹാപ്പിയായത് അവൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ അവൾക്ക് കിട്ടി. ഹാപ്പി ബർത്ത്ഡേ അത് ഫ്ലിപ്കാർട്ടിന്റെ കവർ ഒഴിവാക്കായിരുന്നു. പരസ്യം പ്രമോഷൻ ഹാപ്പി ബർത്ത്ഡേ പ്രോത്സാഹന സമ്മാനം കൈയ്യോട്ടി പ്രോത്സാഹിപ്പിക്കാനായിട്ട് 10 കൈയ്യോട്ടി എങ്കിൽ പറഞ്ഞോ. അമ്മ ആദ്യമേ പൊന്നൂസിന് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അപ്പം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ പൈസയ്ക്ക് ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ പരാതിയാണ് അമ്മ പറയുന്നത്. പിന്നെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് ഗിഫ്റ്റുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത്, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.